ഹായ്, എൻ്റെ പേര് ശ്യാം. വെൽക്കം ടു മലയാളം ആർക്കിടെക്ചറൽ ട്യൂട്ടോറിയൽസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് 3ds മാക്സിൻ്റെ ഒരു ടൂളിനെ കുറിച്ചാണ്. മറ്റൊന്നല്ല, ബെൻ ടൂളാണ്. നിങ്ങൾ തമ്പനിയിൽ കണ്ടു കാണും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. മെയിൻലി നമ്മൾ പലയിടത്തും യൂസ് ചെയ്യാറുണ്ട്. അതായത് എന്തെങ്കിലും ബെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ എന്താ ഈ ഡെസ്കിൻ്റെയൊക്കെ കാലിൽ ചിലയിടത്ത് നമ്മൾ ഒരു ഡിസൈൻ ചെയ്യുമ്പം അതിൻ്റെ ബെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ചെയറിൻ്റെ ലെഗൊക്കെ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അതല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ഒക്കെ ഇങ്ങനെ ബെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. 3ds മാക്സ് ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഞാൻ നേരെ ടോപ്പ് വ്യൂവിലേക്ക് വന്നു. ടോപ്പ് വ്യൂവിലേക്ക് വന്നിട്ട് ഇവിടുന്ന് ബോക്സ് എടുത്തു. ചെറിയൊരു ബോക്സ് വരയ്ക്കുകയാണ്. ഓക്കെ, എന്നിട്ട് അതിനെ നമുക്ക് മുകളിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ, അപ്പം ഇതിനെ ഞാൻ സെലക്ട് ചെയ്തു. ദെൻ നമ്മുടെ മോഡിഫയറിൽ വന്നു. ഇവിടുന്ന് ബീന്ന് ടൈപ്പ് ചെയ്താൽ മാത്രം മതി, ബെൻഡ് കിട്ടും. ഓക്കെ, ബെൻഡ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എൻസിൽ ഒരു യെല്ലോ ലൈൻ കാണാം. ഓക്കെ, നിങ്ങളുടെ വേണ്ട ഈ ഒരു സാധനം മുകളിലേക്ക് കൊണ്ടുപോയാൽ ഔട്ടിക്കട്ടെ പറയാം. അപ്പം നമ്മളിത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ആംഗിൾ ഇവിടെ ചേഞ്ച് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ആംഗിൾ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ ബെൻഡ് ആവുന്നുണ്ടല്ലേ. ഓക്കെ, ഞാൻ 0 തന്നെ കൊടുത്തു. ഡയറക്ഷൻ ഉണ്ട്. ഓക്കെ, ഞാൻ ഇതിപ്പോൾ ഇങ്ങനെ ചേഞ്ച് ചെയ്തു. ടോപ്പ് വ്യൂയിലേക്ക് വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ആവുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് അതിൻ്റെ ഡയറക്ഷനും ചേഞ്ച് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എക്സ് ആക്സിനെ ബേസ് ചെയ്ത് ഇതിനെ ബെൻഡ് ചെയ്യിക്കാം. അതല്ലെങ്കിൽ വൈ ആക്സിനെ ബേസ് ചെയ്ത് ബെൻഡ് ചെയ്യിക്കാം. അതല്ലെങ്കിൽ ഇപ്പം നമ്മൾ ചെയ്തേക്കുന്ന പോലെ ഇസഡ് ആക്സിനെ ബേസ് ചെയ്ത് ബെൻഡ് ചെയ്യിക്കാം. ഓക്കെ, താഴേക്ക് വന്നാൽ ലിമിറ്റ്സ് ആണ്. അത് നമ്മളധികം യൂസ് ചെയ്യാറില്ല, വലിയ കാര്യമൊന്നുമില്ല. ജസ്റ്റ് ലിമിറ്റ് എഫക്റ്റ് കൊടുക്കാം. അതായത് താഴെ ലോവർ ലിമിറ്റ്, അതുപോലെ തന്നെ അപ്പർ ലിമിറ്റ്. ലോവർ ലിമിറ്റ് കൊടുത്താൽ കണ്ടില്ലേ. ഇനി അതല്ല, ലിമിറ്റ് എഫക്റ്റ് ഓഫ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. അതായത് നമുക്ക് ഇവിടുന്ന് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇങ്ങനെ ഒരു ഷേപ്പ് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടില്ലേ ഇങ്ങനെ കൊടുക്കാൻ പറ്റും. ഓക്കെ, ലിമിറ്റ് എഫക്റ്റ് ഓഫ് ചെയ്യാം. ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ബെൻഡിന് ഒരു ആരയുണ്ട്. അപ്പം ആരോ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് 2 എണ്ണം കാണാം, ഗിസ്മോയും സെൻറ്ററും. അതിനുമുമ്പ് ഞാൻ ബെൻഡ് സെലക്ട് ചെയ്ത് ഇത് കുറച്ചുകൂടെ ഞാൻ ഇങ്ങനെ ചെയ്യുകയാണ്. ഓക്കെ, ബെൻഡ് ചെയ്തു. ബെൻഡ് ചെയ്തിട്ട് അവിടെ ആരോയിൽ ക്ലിക്ക് ചെയ്തു, ഗിസ്മോയിൽ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ ഈ ആരോ, അതായത് നമ്മുടെ ഇസഡ് ഡയറക്ഷനുള്ളത് ചേഞ്ച് ചെയ്താൽ നമ്മുടെ ആ ഒരു ഒബ്ജക്റ്റ് അതിനെ ബേസ് ചെയ്ത് മൂവ് ചെയ്യിക്കാൻ പറ്റും. കണ്ടില്ലേ, ഗിസ്മോ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ. ഇനി അതല്ല, ഞാൻ പഴയതുപോലെ അത് വെച്ചു. സെൻറ്ററിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ സെൻറ്റർ ബേസ് ആയിട്ട് അതിൻ്റെ സെൻറ്ററിലോട്ട് കണ്ടില്ലേ, അതിൻ്റെ സെൻറ്റർ ബേസ് ആയിട്ട് നമുക്ക് അതിനെ റൊട്ടേറ്റ് ചെയ്യിക്കാൻ പറ്റും. റൊട്ടേറ്റ് ചെയ്യാനല്ല, അതിനെ ഒരു അലൈൻ ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ബെൻ ടൂളിനെ കുറിച്ച് പറയാൻ. ഇത് പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് യൂസ് ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ അത്രയും നല്ലത്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.